ഹായ്, ജെപിഎൽ സ്പീക്ക് ഇംഗ്ലീഷിലേക്ക് വീണ്ടും സ്വാഗതം. ബേസിക് ഗ്രാമറിന്റെ 8ാം ഭാഗമായ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഏതേത് സിറ്റുവേഷനുകളിലാണ് പ്രയോഗിക്കുക, അതിന്റെ സ്ട്രക്ചർ എന്താണ്, അതിലുപയോഗിച്ചിരിക്കുന്ന ഓക്സിലറികൾ ഏതാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ നെഗറ്റീവ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കും, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ടൈം ഇൻഡിക്കേറ്റേഴ്സ് ഏതെല്ലാമാണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് തുടങ്ങാം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പൊതുവെ ഉപയോഗിക്കാറുള്ള ടൈം ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ, യെറ്റ്, സോ ഫാർ, ഇതുവരെയും എന്നുള്ള അർത്ഥത്തിലാണ്. നെവർ, എവർ, ജസ്റ്റ്, ഓൾറെഡി. ഈ ടൈം ഇൻഡിക്കേറ്റേഴ്സിനെ കൂടാതെ ഈ വർഷം, ഈ മാസം, ഈ ദിവസം, ഈ ആഴ്ച എന്നിങ്ങനെ പറയുമ്പോഴും അല്ലെങ്കിൽ എന്നീ വാക്കുകൾ സെന്റൻസുകളിൽ വരുമ്പോഴും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് തന്നെയാണ് ഉപയോഗിക്കുക. ഇവയുടെ ഉദാഹരണങ്ങൾ നോക്കൂ, അപ്പൊ കൂടുതൽ വ്യക്തമാകും. ഹി ഹാസ് ജസ്റ്റ് ഈറ്റൺ ബിരിയാണി, അവൻ ഇപ്പോ ബിരിയാണി കഴിച്ചതേയുള്ളൂ. ഹി ഹാസ് ഓൾറെഡി കംപ്ലീറ്റഡ് ഹിസ് വർക്ക്, അവൻ അവന്റെ ജോലി ഇതിനോടകം തന്നെ പൂർത്തിയാക്കി. ഹി ഹാസ് നെവർ വിസിറ്റഡ് ചെന്നൈ, അവൻ ചെന്നൈ വിസിറ്റ് ചെയ്തിട്ടേ ഇല്ല, ഒരിക്കലും ചെയ്തിട്ടില്ല. ഹാസ് ഹി എവർ ബീൻ ടു ദുബായ്, അവൻ എന്നെങ്കിലും ദുബായിൽ പോയിട്ടുണ്ടോ. ഹി ഹാസൻറ് റീച്ച്ഡ് സോ ഫാർ, അവൻ ഇതുവരെ എത്തിയിട്ടില്ല. ഹി ഹാസ് മെറ്റ് ഹെർ റീസെന്റ്ലി, അവൻ അവളെ അടുത്തിടെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഹി ഹാസ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് ലേറ്റ്ലി, അവൻ ഈ അടുത്തിടെയാണ് ഇംഗ്ലീഷ് പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അടുത്തിടെ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. ഈ വാക്യങ്ങളിലെല്ലാം നോക്കൂ, ജസ്റ്റ്, ഓൾറെഡി, യെറ്റ്, എവർ, നെവർ, സോ ഫാർ, റീസെന്റ്ലി, ലേറ്റ്ലി എന്നീ വാക്കുകളെല്ലാം പ്രസന്റ് പെർഫെക്റ്റിനെ സൂചിപ്പിക്കുന്ന ടൈം ഇൻഡിക്കേറ്ററുകളാണ്. They have watched that film, അവര് ആ സിനിമ കണ്ടിട്ടുണ്ട്. They have watched that film today, ഇന്ന് അവർ ആ സിനിമ കണ്ടിട്ടുണ്ട്. They have watched that film this week, ഈ ആഴ്ച അവർ ആ സിനിമ കണ്ടിട്ടുണ്ട്. They have watched that film this month, ഈ മാസത്തിൽ അവർ ആ സിനിമ കണ്ടിട്ടുണ്ട്. They have watched that film this year, ഈ വർഷത്തിൽ അവർ ആ സിനിമ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടു. Today, ഇന്ന് കണ്ടു. This week, ഈ ആഴ്ച കണ്ടു. This month, ഈ മാസത്തിൽ, ഈ മാസം കണ്ടു, കാണാനിടയായി. This year, ഈ വർഷത്തിൽ കണ്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ നോക്കൂ, ഫിനിഷ്ഡ് ടൈം അല്ല. കാരണം ഇന്ന് എന്ന് പറയുന്നത് പൂർണ്ണമാവണമെങ്കിൽ ഇന്ന് രാത്രി 12 മണിയാവണം. ഈ ആഴ്ച പൂർണ്ണമാവണമെങ്കിൽ വീക്കെൻഡായി വരണം. ഇനി ഈ മാസം പൂർത്തിയാവണമെങ്കിൽ ആ മാസത്തിലെ അവസാനത്തെ ദിവസം 31-ാം തീയതിയോ 30-ാം തീയതിയോ ഒക്കെ ആവണം. ഈ വർഷം പൂർണ്ണമാകണമെങ്കിൽ എവിടെ വരണം? ഡിസംബർ ആവണം. സോ അതെല്ലാം അൺഫിനിഷ്ഡ് ടൈമിൽ നടക്കുന്ന പ്രക്രിയകളാണ്, ക്രിയകളാണ്, പ്രവൃത്തികളാണ്. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു വാക്യം നോക്കൂ. ഐ ഹാവ് ഈറ്റൻ ബിരിയാണി. ഐ ഹാവ് ഈറ്റൻ ബിരിയാണി.
ഇതൊരു പോസിറ്റീവ് വാക്യമാണ് അല്ലേ? സംസാര ഭാഷയിൽ നമുക്ക് പോസിറ്റീവ് സെന്റൻസുകളും നെഗറ്റീവ് സെന്റൻസുകളും ഒക്കെ പറയേണ്ടി വരും. ഈ വാക്യത്തെ എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുക എന്ന് നോക്കാം. എന്താണ് ഈ വാക്യം? ഞാൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട് എന്നാണ്. നെഗറ്റീവ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കഴിച്ചിട്ടില്ല എന്ന് പറയണം അല്ലേ? ഇല്ല എന്ന് പറയാൻ ഇംഗ്ലീഷിലുള്ള വാക്ക് ഏതാണ്? നോട്ട് അല്ലെ? നോട്ട് എവിടെയാണ് ചേർക്കേണ്ടത്? മറ്റ് ടെൻസുകളിലെ പോലെ തന്നെ ഓക്സിലറിയോട് കൂടി വേണം ചേർക്കാൻ. അപ്പൊ ഇവിടുത്തെ ഓക്സിലറി ഹാവ് ആണ്. ഹാവിനോട് നോട്ട് ചേർക്കുക. എന്തായി മാറും? ഐ ഹാവ് നോട്ട് ഈറ്റൻ ബിരിയാണി എന്നായി മാറും. ഐ ഹാവ് നോട്ട് ഈറ്റൻ ബിരിയാണി. അതിനെ ചുരുക്കി നമുക്ക് എങ്ങനെയും പറയാം? ഐ ഹാവൻറ്റ് ഈറ്റൻ ബിരിയാണി. ഐ ഹാവൻറ്റ് ഈറ്റൻ ബിരിയാണി. അടുത്ത വാക്യം നോക്കൂ. ഷി ഹാസ് ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക്. അവൾ ഹോംവർക്ക് പൂർത്തിയാക്കി കഴിഞ്ഞു, മുഴുവനാക്കി കഴിഞ്ഞു. ഇനി അവൾ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടില്ല എന്നെങ്ങനെ പറയാം? അത് നോക്കൂ. എന്ത് ചെയ്യണം? ഓക്സിലറിയായ ഹാസിനോടുകൂടി നോട്ട് ചേർത്താൽ മതി. സിമ്പിൾ അല്ലേ? യെസ്. ഷീ ഹാസ് നോട്ട് ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക്. ഷീ ഹാസ് നോട്ട് ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക്. ഈ ഹാസ് നോട്ട് എന്നുള്ളതിനെ നമുക്ക് ചുരുക്കി എങ്ങനെ പറയാം? hasn't എന്നും പറയാം. സംസാര ഭാഷയിൽ എത്രമാത്രം ചുരുക്കി പറയാമോ അത്രമാത്രം ചുരുക്കി പറയുകയാണ് ചെയ്യുക. ഇപ്പൊ ഹാവ് നോട്ട് എന്നുള്ളത് haven't എന്നും ഹാസ് നോട്ട് എന്നുള്ളത് hasn't എന്നുമാണ് പറയുക. കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കൂ. ഇറ്റ് hasn't broken. അത് പൊട്ടിയിട്ടില്ല. He hasn't visited താജ്മഹൽ. അവൻ താജ്മഹൽ സന്ദർശിച്ചിട്ടില്ല. She hasn't eaten ബിരിയാണി yet. അവൾ ഇതുവരെയും ബിരിയാണി കഴിച്ചിട്ടില്ല. You haven't drunk tea. നീ ചായ കുടിച്ചിട്ടില്ല. We haven't visited വാഗാ ബോർഡർ so far. ഞങ്ങൾ ഇതുവരെയും വാഗാ ബോർഡർ സന്ദർശിച്ചിട്ടില്ല. They have never eaten non-vegetarian food before. ഇതിനു മുൻപ് ഞങ്ങൾ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചിട്ടില്ല. അടുത്തത് യെസ് ഓർ നോ ചോദ്യങ്ങളാവട്ടെ. ഒരാളോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ യെസ്, ഞാനത് ചെയ്തിട്ടുണ്ട്, നോ, ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് യെസ് ഓർ നോ ചോദ്യങ്ങൾ. അത് നമ്മൾ മറ്റു ടെൻസുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഇത് പുതിയതായി ഒരാൾ കാണുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് കേട്ടോ. ഓക്കെ, യെസ് ഓർ നോ ചോദ്യങ്ങൾ എങ്ങനെയാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ വരിക എന്ന് നമുക്ക് നോക്കാം. ഒരു ഉദാഹരണം നോക്കൂ. ഇറ്റ് ഹാസ് ബ്രോക്കൺ. അത് പൊട്ടിയിട്ടുണ്ട്. യെസ് ഓർ നോ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരം യെസ് ആവണം അല്ലെങ്കിൽ നോ ആവണം, അങ്ങനത്തെ ചോദ്യങ്ങളാണ്. ഇവിടെ യെസ് ഓർ നോ ചോദ്യം കിട്ടണമെങ്കിൽ മലയാളത്തിൽ എങ്ങനെ ചോദിക്കും? അത്
പൊട്ടിയിട്ടുണ്ടോ? അപ്പൊ എന്ത് പറയും? പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ട്, യെസ് പൊട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നോ എന്നല്ലേ പറയാ. അപ്പോ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നോ? ഓക്സിലറി വെർബുകളെ സെന്റൻസിന്റെ മുന്നിൽ കൊണ്ടുപോയി വെക്കണം. അപ്പോ ഇറ്റ് ഹാസ് ബ്രോക്കൺ എന്നുള്ളതിലെ ഓക്സിലറി ഏതാണ്? ഹാസ് അല്ലെ? ആ ഹാസിനെ സെന്റൻസിന്റെ മുന്നിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഹാസ്, അത് കഴിഞ്ഞ് വരേണ്ടത് സബ്ജക്റ്റ് ആണ്. ഹാസ് ഇറ്റ്, ഹാസ് ഇറ്റ്. പിന്നെ V3 അതായത് മെയിൻ വെർബ്. ഹാസ് ഇറ്റ് ബ്രോക്കൺ എന്ന് വരും. ഹാസ് ഇറ്റ് ബ്രോക്കൺ. ഇനി ഹി ഹാസ് വിസിറ്റഡ് താജ്മഹൽ. അപ്പൊ എന്താണ് ചോദിക്കേണ്ടത്? അവൻ താജ്മഹൽ സന്ദർശിച്ചിട്ടുണ്ടോ? ചോദ്യം എങ്ങനെ വരണം? ഓക്സിലറി ആദ്യം, പിന്നെ സബ്ജക്റ്റ്. അപ്പം ഹാസ് ഹി വിസിറ്റഡ് താജ്മഹൽ. ഇനി അവൾ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഷി ഹാസ് അറ്റൻഡഡ് ദ മീറ്റിംഗ്. അതിൽ ചോദ്യം എങ്ങനെ വരും? ഹാസ് ഷി അറ്റൻഡഡ് ദ മീറ്റിംഗ്. അടുത്ത വാക്യം നോക്കൂ. അതിഥി അവളുടെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിഥി ഹാസ് ഫിനിഷ്ഡ് ഹർ ഹോംവർക്ക്. അപ്പൊ ചോദ്യം എങ്ങനെ വരണം? ഹാസ് അതിഥി ഫിനിഷ്ഡ് ഹർ ഹോംവർക്ക്. അടുത്ത വാക്യം നോക്കൂ. യു ഹാവ് റെഡ് ആടുജീവിതം. ഇവിടെ ഓക്സിലറി ഹാവ് ആണ്. സോ ഹാവിൽ ആരംഭിക്കണം. ഹാവ് യു റെഡ് ആടുജീവിതം? അവര് പാർട്ടിയിൽ എത്തിയിട്ടുണ്ട്. പാർട്ടിക്ക് എത്തിയിട്ടുണ്ട്. They have arrived at the party. അവരെത്തിയിട്ടുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഹാവ് എന്ന ഓക്സിലറിയെ മുന്നിലേക്ക് കൊണ്ടുവരിക, പിന്നീട് സബ്ജക്റ്റ് ദേ, then V3. Have they arrived at the party? അപ്പോൾ നമ്മൾ യെസ് ഓർ നോ ചോദ്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാന്ന് പഠിച്ചു. ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ നമുക്ക് എവിടെയാണ് എത്തിയിട്ടുള്ളത്, എന്താണ് ചെയ്തിട്ടുള്ളത്, ആരാണത് ചെയ്തത്, എങ്ങനെയാണ്, എപ്പോഴാണ് എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. അത്തരം ചോദ്യങ്ങൾ WH ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. WH ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് മറ്റു ടെൻസുകളിലേതുപോലെ തന്നെയാണ്. ആദ്യം WH ക്വസ്റ്റ്യൻ വേർഡ്, അടുത്തതായിട്ട് ഓക്സിലറികളായ ഹാസ് ഓർ ഹാവ്, ദെൻ സബ്ജക്റ്റ്, നാലാമതായിട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ V3 യൂസ് ചെയ്യുക. ഇത് നോക്കൂ. Where has she traveled this year? അവൾ ഈ വർഷം എവിടേക്കാണ് യാത്ര ചെയ്തത്? Why has she quit her job? എന്തുകൊണ്ടാണ് അവൾ അവളുടെ ജോലി ഉപേക്ഷിച്ചത്? How have the students performed in this competition? എങ്ങനെയാണ് കുട്ടികൾ ഈ മത്സരത്തിൽ പെർഫോം ചെയ്തത്? ഇവിടെയൊക്കെ നോക്കൂ. WH ക്വസ്റ്റ്യൻ, have or has, subject, then V3. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഇന്നത്തോടുകൂടി പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് കഴിയുകയാണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടെൻസാണ്. നിങ്ങളുടെ കൺഫ്യൂഷൻ മാറി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. നിങ്ങളുടെ മറുപടി ഞാൻ തരും. ഓക്കെ, ഇനി പുതിയ ടെൻസുമായി ഇതിന്റെ തുടർച്ചയായ പ്രസന്റ്
പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.